കൊച്ചിയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ട്രൈഡൻസ് ഇമിഗ്രേഷൻ എന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ പോലീസ് നോട്ടീസ് നൽകി. ഇന്നലെയാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ പാലാരിവട്ടം പോലീസ് നോട്ടീസ് നൽകിയത്. ജോലിക്കായി വിസ നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയിട്ടുണ്ട് ഈ സ്ഥാപനം. അപ്ലൈ ചെയ്ത സമയത്ത് പോളണ്ടിലേക്കായിരുന്നു വേക്കൻസി വന്നിരുന്നത്. അതായത് പോളണ്ടിൽ അൺസ്കിൽഡ് ജോബിന് വേണ്ടിയായിരുന്നു. ഞാൻ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പേപ്പർ വർക്കിന് വേണ്ടി 50,000 വർക്ക് പെർമിറ്റ് വരുമ്പോൾ 2 ലക്ഷം രൂപയും പിന്നെ ആഫ്റ്റർ വിസ വന്നു കഴിയുമ്പോൾ ഫുൾ പേയ്മെൻറ്റും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഞാൻ പേപ്പർ വർക്കിന് വേണ്ടി 50,000 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പേപ്പർ വർക്ക് തുടങ്ങി എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 മാസം കഴിയുമ്പോഴത്തേനും വർക്ക് പെർമിറ്റ് വന്നു. അതിൻ്റെ വർക്ക് പെർമിറ്റ് വന്ന് അതിൻ്റെ സെക്കൻഡ് പേയ്മെൻറ്റും ചെയ്തു. ബാംഗ്ലൂരായിരുന്നു ഡേറ്റ് എടുത്ത് തന്നിരുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അതായത് ഡിപ്പെൻഡൻറ്റ് വിസേൻ്റെ ഡേറ്റ് എനിക്ക് എടുത്തു തരുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ക്യാൻസൽ അടിക്കാം, എനിക്കിനി ശരിയാകുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ക്യാൻസൽ അടിക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 60 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്രയും നാളായിട്ട് അതായത് 2 മാസം കഴിഞ്ഞു. ഇതിപ്പം 3-ാമത്തെ മാസം പകുതിയും കണ്ടാനായി. ഇതുവരെയായിട്ട് എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടും വന്നിട്ട്. ഷീന മാറ്റാണ് ഇവർക്ക് നൽകുന്നത്. ഷീന, ഈ ജോലി വാഗ്ദാനം ചെയ്ത് പാവങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസാണ്. പോലീസ് നടപടി ഇപ്പോൾ എങ്ങനെയാണ്? വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ജോലിക്ക് വിസ നൽകാമെന്ന് പറഞ്ഞാണ് ഈ ലക്ഷങ്ങൾ പലരിൽ നിന്നുമായിട്ട് മാമാങ്കലത്ത് പ്രവർത്തിക്കുന്ന ട്രൈഡൻസ് എമിഗ്രേഷൻ എന്ന സ്ഥാപനം വാങ്ങിയിട്ടുള്ളത്. പല തവണ പലരും ഈ പാലാരിവട്ടം സ്റ്റേഷനിൽ തന്നെ നിരവധി പരാതികളാണ് ഈ സ്ഥാപനത്തിനെതിരെ രജിസ്റ്റർ ചെയ്തത്. ഇന്നലെയാണ് സ്ഥാപനം അടച്ചുപൂട്ടാനായുള്ള തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നോട്ടീസ് പാലാരിവട്ടം പോലീസ് നൽകുന്നത്. ഇതിന് മുൻപും പലതരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെയും മുൻകൂർ ജാമ്യാപേക്ഷ വെച്ച് മാത്രമായിരുന്നു ഈ സ്ഥാപനം രക്ഷപ്പെട്ടിരുന്നത്. നിലവിൽ മാനേജർമാരായ സൗമ്യ, ഷാനവാസ് എന്നിവർക്കെതിരെയും പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ഥാപന ഉടമകളായ ബ്രാക്സിൽ, അജു എന്നിവർ ഇപ്പോൾ അവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിരവധി പേരെ കബളിപ്പിച്ചെന്ന പരാതിയിലാണ് പോലീസ് കേസെടുക്കുകയും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പോളണ്ടിൽ വെയർഹൌസിലേക്ക് ജോലിക്കായി വിസ നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ അമൽ മത്തായി, അമൽ രാജു, യു ആനന്ദ് സുരേന്ദ്രൻ, മെൽവിൻ തുടങ്ങിയവരെയൊക്കെ കബളിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. തുടർ അന്വേഷണം നടക്കുകയാണ്. പാലാരിവട്ടം പോലീസ് പലതവണ ഒത്തുകളിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിന് ഇപ്പോൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചെയ്തു ഷീന മാറ്റാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.